ടൗൺ ദേശനിവാസികളെ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോട് വിശിഷ്ടമായ ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിലെ തിരക്കിട്ട സമയത്തിന് മുമ്പിൽ ഒരല്പസമയം ദൈവത്തിന് നമ്മളോട് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുവാൻ ഒരു അവസരം ഒരുക്കി തരണമെന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഞങ്ങൾ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു മനോഹരമായിരിക്കുന്ന ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാമത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിലെ, മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യവാൻ ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമി, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയെ ഒതുങ്ങാതെ, ഉണരുക സോദര, വളരുക ജീവനിൽ, സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ, ഉണരുക സോദര, വളരുക ജീവനിൽ, സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നമുക്ക് ക്രിസ്തുവിൻ പാഠശാല പഠിച്ചിടാം. താമുടം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാച്ചുവടിയെ ജയിച്ചിടാം, വിളങ്ങിടാം ദൈവത്തിൻ പുത്രനായി. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല പഠിച്ചിടാം. താമുടം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാച്ചുവടിയെ ജയിച്ചിടം, വിളങ്ങിടാം ദൈവത്തിൻ പുത്രനായി. നാമത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യ
നിത്യമാം രാജാവാ രാജാതിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പറവാനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവായി രാജാതിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക പറവാനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കും ഭൂമിയിൽ നവയുക്തം ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ ചെറിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ നാമൊക്കം ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമവാഴ്ത്തപ്പെടുകയും മാത്രപ്പെടുകയും ചെയ്തിട്ട് മനോഹരമായ ഒരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായി. ഈ ദിവസത്തിൽ ദൈവം നമ്മളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഇന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ഈ പെരുമ്പാവൂർ ടൗണിലൂടെ നടകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. സൃഷ്ടാവായ ദൈവത്തിനൊരു സന്ദേശവുമായിട്ടാണ് ഈ ടീം ഇപ്പോൾ പെരുമ്പാവൂർ ടൗണിലൂടെ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഈ പ്രയോജനകരമില്ലാത്ത ഒരു ജീവിതം നാം അറിഞ്ഞും അറിയാതെ ഈ ഭൂമിയിൽ കഴിക്കുമ്പോൾ നാം ഓരോ ദിവസവും മരണത്തിലേക്ക് അടുത്തു വരികയാണ്. മരണത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നാം ഉണ്ടാക്കിയത് മുഴുവൻ, സമ്പാദിച്ചത് മുഴുവൻ, അധ്വാനിച്ചത് നേടിയത് മുഴുവൻ ഒന്നുമില്ലാതെയായി തീരുന്ന പ്രയോജനകരമല്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവരാണ് നാം എല്ലാവരും. ഇതിന്റെ നടുവിൽ നമ്മളുടെ ഉടമസ്ഥൻ സൃഷ്ടാവായ ദൈവത്തിന് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന് ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലെല്ലാം പെട്ടുപോയ നമ്മളോട് ഒരു സന്ദേശം പറയുവാനുണ്ട്. ആ സന്ദേശം നിങ്ങളെ അറിയിക്കുവാനാണ് ഈ ടീം ഇപ്പോൾ ഈ പെരുമ്പാവൂർ പട്ടണത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെ ജീവിക്കുന്നവരാണ്. കഴിച്ച് ചപ്പാത്തി ഇങ്ങനെ പലതും കഴിച്ച് നാം ഓരോരുത്തരും കഴിക്കുവാൻ കഴിയാതെ മരണം നമ്മളെ കീഴ്പ്പെടുത്തി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരാണ്. അതിന്റെ അർത്ഥം നാം കഴിച്ചും കൂട്ടിയും എല്ലാം കൊണ്ടുവരുന്ന, കഴിച്ചും കൂട്ടിയും എല്ലാം കൊണ്ടുവരുന്ന, ഒരുക്കിയെടുക്കുന്ന ഈ ശരീരം അധിക താമസിയാതെ മരണത്തിന്റെ പിടിയിൽ അകപ്പെടും. അങ്ങനെ ഒരു പ്രയോജനകരമില്ലാത്ത ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും. നമ്മളുടെ ഓട്ടം മുഴുവൻ ഒരച്ചാൽ വയറിന് വേണ്ടിയാണ്. ഒരച്ചാൽ വയറിന് വേണ്ടി ഓടി, അതിനുവേണ്ടി പഠിച്ച്, അതിനുവേണ്ടി ജോലിയെടുത്ത് ആ വയറ് നിറച്ച് ഇത് നിറയ്ക്കുവാൻ കഴിയാതെ പല പല രോഗങ്ങളിൽ കുടുങ്ങി, ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, ഹാർട്ടിന്റെ വിഷയമായി
ലങ്സിന്റെ വിഷയമായി, മുട്ടുവേദനയായി, തലവേദനയായി. ഇതാ ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെടുകയാണ്. ഒന്ന് ചിന്തിച്ചാൽ പ്രയോജനമില്ലാത്ത ഒരു ജീവിതം, സമ്പാദിച്ചൊന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ജീവിതം. ഇതിന്റെ നടുവിൽ സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള സന്ദേശമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. നിങ്ങൾ ചോദിക്കും, ഈ സന്ദേശം ആരാണ് ഒരുപക്ഷെ പറഞ്ഞത് എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊരു ചോദ്യം ഉണ്ടാകാം. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം പറഞ്ഞ വ്യക്തി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം മാനവരാശിയോട് താൻ പറയുവാൻ ഏൽപ്പിച്ച സന്ദേശമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. ആ സുവിശേഷം അറിയിച്ച വ്യക്തിയാണ് ക്രിസ്തു. ആ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം നമ്മോടുകൂടെ, മാനവരാശിയോടുകൂടെ താമസിക്കാൻ വരുന്നു, മനുഷ്യരോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ കടന്നു വരുന്നു എന്ന സന്ദേശമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൃഷ്ടാവായ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒത്തവണ്ണം നമ്മൾ ഒരുങ്ങണം. ദൈവത്തിന്റെ വചനം പറയുന്നു, 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? അപ്പോ ആ സ്റ്റാൻഡേർഡിനൊത്ത് നമ്മൾ ഒരുങ്ങുക. 2 പേർ വിവാഹം കഴിക്കുന്നുവെങ്കിലും കുറച്ചു നാൾക്കുള്ളിൽ അവർ പിരിയുന്നു. കാരണം അവർക്ക് 2 പേർ കൂടി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. ഒരാളുടെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം മറ്റേയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവർ പിരിയുന്നു. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് സൃഷ്ടാവായ ദൈവത്തോടൊപ്പം ജീവിക്കാൻ തക്കവണ്ണം നമ്മൾ മനസ്സിന് അന്തരം വരുത്തുക, മാനസാന്തരപ്പെടുക. അപ്പൊ ഈ ഒരു സന്ദേശമാണ് ദൈവത്തിനായ ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ സുവിശേഷമായി അറിയിച്ചത്. എന്നാൽ ഇന്നത്തെ സുവിശേഷ വേദികൾ ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവുകയില്ല. പകരം സുവിശേഷം അറിയിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. യേശു പ്രസംഗിച്ച സുവിശേഷം എന്തെന്ന് നിങ്ങൾ കേട്ടില്ല. വിശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. അത് പറഞ്ഞു തുടങ്ങിയത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ഈ രാജ്യത്വ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം, അതെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലുമെല്ലാം കുടുങ്ങിപ്പോയ നമുക്ക് ദൈവം തരുന്ന സ്നേഹ സന്ദേശമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. ഈ രാജ്യത്വത്തിന്റെ സുവിശേഷത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ തന്നോടുകൂടെ ജീവിപ്പാൻ ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ ഇൻവിറ്റേഷൻ ഈ പെരുമ്പാവൂരുള്ള ജനത്തെ അറിയിക്കുവാൻ വേണ്ടി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. എങ്ങനെ? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാള് ഇതാ തന്റെ മകന്റെ വിവാഹം ക്ഷണിക്കുവാൻ കടന്നു വരുന്നത് പോലെ, തന്റെ മകളുടെ വിവാഹം ക്ഷണിക്കുവാൻ കടന്നു വരുന്നത് പോലെ, ഇതാ ഈ പട്ടണത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി കടന്നു വന്നവരാണ് ഞാൻ. ഒരല്പ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. കാരണം ഇതൊരു സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇവിടെ അറിയിക്കുന്നത്. 24:14 ഇങ്ങനെ പറയുന്നു: രാജ്യത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കേട്ടില്ല എന്ന് പെരുമ്പാവൂർ നിവാസികൾ പറയുവാനായിട്ട് ഇടയാകരുത്. പെരുമ്പാവൂർ നിവാസികൾ മാത്രമല്ല, ഇപ്പോൾ ഈ ശബ്ദ കാഴ്ചപരിധിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏവരും ഇത് പറയുവാനായിട്ട് ഇടയാകരുത്. ഈ രാജ്യത്തിന്റെ സുവിശേഷം ഒരു സാക്ഷ്യമായി ഇപ്പോ ഈ പെരുമ്പാവൂർ പട്ടണത്തിൽ അറിയിക്കുകയാണ്.
എന്താണെന്ന് വ്യക്തമായി നിങ്ങൾ കേട്ടു. ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഇൻവിറ്റേഷനാണ് രാജത്വത്തിന്റെ സുവിശേഷം. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഇതാ ദൈവവും മനുഷ്യരും കൂടെ ഒരുമിച്ച് പാർക്കുന്ന ആ ഒരു സ്വർഗീയ കുടുംബ ജീവിതത്തിലേക്ക് പെരുമ്പാവൂർ നിവാസികളായ നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ആ ജീവന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഗുണം? പ്രിയ മകളെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോ നമ്മൾ വെറുതെ അധ്വാനിക്കുകയാണ്. അധ്വാനിച്ച് കൂട്ടി വെച്ചതെല്ലാം, അത് ബാങ്കിലാകട്ടെ വാങ്ങിച്ചതാകട്ടെ, എല്ലാം നമ്മുടെ മരണത്തോടുകൂടി ശൂന്യമാവും. അപ്പൊ വെറുതെ അധ്വാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ ഈ മരണത്തെ മാറ്റുവാൻ സൃഷ്ടാവായ ദൈവം, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷൻ നിങ്ങൾ സ്വീകരിച്ചാൽ അതോടുകൂടെ നമ്മുടെ ജീവിതത്തിലെ മരണത്തെ മാറ്റുവാനുള്ള ആ പദ്ധതി ഇതാ സൃഷ്ടാവിന്റെ കയ്യിലുണ്ട്. ഇതാ നമുക്ക് അതുകൊണ്ട് ആ സൃഷ്ടാവായ ദൈവത്തോടു കൂടെയുള്ള ജീവിതം ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ ഈ ഇൻവിറ്റേഷൻ നിങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറുവാനായിട്ട് ഇടയാണ്. അത് എങ്ങനെയെന്നെല്ലാം കൂടുതലായി വിസ്തരിക്കുവാനുള്ള സമയം ഇവിടെയില്ല. അത് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ആ നോട്ടീസിൽ എറണാകുളം പുക്കാട്ടോടി പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അതിന് നമ്പറുണ്ട്. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ അതിനെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ ആ ധ്യാന കേന്ദ്രത്തിന്റെ ആ നോട്ടീസിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച അവസാനിക്കുന്ന ഒരു വചന ധ്യാന യോഗമുണ്ട്. മനുഷ്യരക്ഷാ ധ്യാനമാണ്. അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതാ നിങ്ങൾക്ക് അവിടെ കടന്നു വന്ന് അവിടെ ദൈവിക ആശ്വാസവും ദൈവിക സമാധാനവും എല്ലാം പ്രാപിക്കാനായിട്ടിടയാകും. മനുഷ്യരുടെ കയ്യിലേക്ക്, മനുഷ്യരുടെ അടുക്കിലേക്ക് നമ്മുടെ കൈകൾ നീണ്ടിരുന്ന് മനുഷ്യഭുജങ്ങൾ നമ്മളെ സഹായിക്കാതിരിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവം ഒന്ന് പറയുന്നുണ്ട്, മകളെ എന്റെ നേരെ നീ നിന്റെ മുഖം തിരികെ, ഇതാ ഞാൻ നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെയുണ്ട്. ഇതാ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടന്നു വരട്ടെ. എങ്ങനെ ഈ ദൈവീയ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ എനിക്ക് സ്വീകരിക്കാൻ കഴിയാം? ഇവിടെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ പ്രാധാന്യം. ഈ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ഇത് മനുഷ്യൻ മരണത്തിന്റെ അടിമയായി തീരുവാനുള്ള കാരണം ഏക മനുഷ്യൻ പാപവും പാപത്താലും മരണവും ലോകത്തിൽ കടന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അങ്ങനെ സകല മനുഷ്യരിലേക്കും മരണം വ്യാപരിച്ചു. ഈ ഇരിക്കുന്ന അവസരത്തിൽ ഇതാ നമ്മളെല്ലാം മരണത്തിന് കീഴ്പ്പെട്ടവരാണ്. എന്നാൽ അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പദ്ധതിയാണ് പാപത്തിന്റെ ശമ്പളമായ മരണം. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച തന്റെ പുത്രൻ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, കാൽവരി ക്രൂശിൽ യാഗമായി. ആ സംഭവം നമ്മൾ വിശ്വസിച്ച് ആ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ക്രിസ്തുവോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ആ പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനിച്ചുകൊണ്ട് യേശുവെ അനുഗമിച്ചനുസരിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഈ ദൈവ കുടുംബത്തിലേക്കുള്ള ആ ഇൻവിറ്റേഷൻ നാം സ്വീകരിക്കുകയാണ്. തുടർന്ന് യേശുവെ അനുഗമിച്ചനുസരിച്ച് ആ ദൈവ കുടുംബത്തിൽ നമുക്ക് എത്തിച്ചേരാം എന്നുള്ള സന്തോഷ വാർത്തയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഒരു ജീവിതം നയിച്ച്, ഒരു പ്രയോജനകരമില്ലാത്ത ജീവിതം നയിച്ച് നേടിയതെല്ലാം മരണത്തിന്റെ കീഴെയിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലത് ഇതാ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയാവുന്ന ഏറ്റവും വലിയ നിധി എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നതാണ് ആ സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തുവിലുള്ള ആ ജീവിതം. ആ ജീവിതത്തിലേക്ക് പെരുമ്പാവൂർ നിവാസികളായ നിങ്ങളേവരെയും, അവരെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ എന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. ഈ അവസരം നഷ്ടമാക്കരുത്. മരണം നമ്മളെ കീഴടക്കുന്നതിന് മുമ്പ് മരണത്തെ കീഴടക്കുവാൻ സ്വർഗത്തിലെ ദൈവം, അതെ സൃഷ്ടാവായ ദൈവം
ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം നമുക്ക് അറിയിക്കുന്ന ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് ആ സ്വർഗീയ ഭവനത്തിലേക്ക് നമുക്ക് യാത്രയാകാം, സ്വർഗീയ ഭവനം അവകാശമാക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇതാ ഈ പഠനം വിടുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങൊരുക്കിയ മനോഹര ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പെരുമ്പാറ പട്ടണത്തിൽ അങ്ങയുടെ ചിന്തകളുടെ പ്രകാശനമായി നിലകൊള്ളുവാൻ സഹായിച്ചതിനായി നന്ദി. ഈ ദേശക്കാരെ, ഇവിടെയുള്ള കടകളെ, ഓട്ടോറിക്ഷക്കാരെ, ഇതാ ചെറുതും വലുതുമായ പല ബിസിനസ്സുകൾ ചെയ്യുന്ന അങ്ങയുടെ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും അവർക്കുള്ളതിനെല്ലാം ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി വെളിപ്പെടുവാൻ സഹായിക്കണമേ. ഈ അനുഗ്രഹം ഇവരെ നിത്യ തേജസ്സിൽ എത്തിപ്പാൻ അങ്ങനെയാക്കണമേ. അപ്പോൾ തന്നെ ഇവരുടെ സകല താൽക്കാലിക ആവശ്യങ്ങളുടെ മേലും കൂട്ടായിരിക്കണമേ. ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹീതരായിരിക്കട്ടെ. സർവമക്കൾ സ്വർഗസ്ഥ പിതാവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നന്ദി, നമസ്കാരം. പ്രൈസ് ഗോഡ്.